ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന ഈ നല്ല വലിയ നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഡാളസ് പ്രയർ ലൈൻ ഈ ഗ്രൂപ്പിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കർത്താവിനെ സാക്ഷിക്കുവാൻ തരുന്ന ഈ അവസരം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും. നല്ലൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ആയിരിക്കുന്നുവല്ലോ. സ്തോത്രം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അനേകർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും. ഇന്ന് സ്തോത്രം ഞാൻ സ്തോത്രം ചുരുക്കമായി എൻ്റെ സാക്ഷ്യത്തിൻ്റെ ബാക്കി ഭാഗം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് സാക്ഷ്യം പറയുവാനും ഒക്കെ ഇടയായി. എന്നാൽ അതിൻ്റെ തുടർമാനമായി ബാക്കി കുറച്ച് കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരവസരം പ്രിയ സുമ സിസ്റ്റർ ഹല്ലേലൂയ സ്തോത്രം തന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി കരയുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ജോസഫ് മാത്യു, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഹല്ലേലൂയ നമ്മളതിന് സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. പ്രിയ ദാസി പറഞ്ഞതുപോലെ എൻ്റെ പേര് അനിൽകുമാർ പണിക്കർ എന്നാണ്. സ്തോത്രം. ഞാനിപ്പോൾ കുവൈറ്റിലായിരിക്കുന്നു. ഇവിടെ ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഗൾഫിലായിട്ട് 1991 ഞാൻ മസ്കറ്റിൽ വരികയും അവിടെ വെച്ച് സ്തോത്രം ഈ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ ദൈവം എന്നെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്തു. സ്തോത്രം. ജാതീയ മണ്ഡലങ്ങളിൽ ഒരു ഹൈന്ദവ ഫാമിലിയിൽ ജനിച്ചു വളർന്ന എന്നെ സ്വർഗത്തിലെ ദൈവം 28 വർഷം മുമ്പ് സ്തോത്രം ഈ വലിയ പ്രത്യാശയിലേക്ക് സ്തോത്രം നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം, ആ അനുഭവത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം, ജീവനുള്ള ദൈവത്തിന്റെ മകനായി തീരുവാൻ തക്കവണ്ണം ഒരു വലിയ ഭാഗ്യം നൽകി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതായി ഞാൻ കരുതുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം മസ്കറ്റില് നീണ്ട നാളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ദുബൈയിൽ വന്നു. അവിടെ നിന്ന് സ്തോത്രം എൻ്റെ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളുമായിട്ടാണ് ഞാൻ കുവൈറ്റിൽ വരുന്നത്. സ്തോത്രം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നു. എൻ്റെ ഭാര്യ, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. ഞങ്ങളെല്ലാവരും സുഖമായി ഇവിടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ജോലിയോട് കൂടെ കർത്താവിൻ്റെ വേല ദൈവം എന്നെ ഏൽപ്പിച്ചത് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് സ്തോത്രം പകൽക്കാലം ഈ ജീവനുള്ള ദൈവത്തെ പിൻപറ്റിയിട്ട് സ്തോത്രം ദൈവം എനിക്ക് നന്മയെ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാൻ എന്നെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഞാൻ മദ്യപാനിയും ലോകമോഹങ്ങളിലും നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റാണ്. പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നത്. അതാണ് എൻ്റെ സ്തോത്രം ജോലി ആയിരുന്നു ആദ്യം. സ്തോത്രം. പിന്നീട് ഞാൻ കുവൈറ്റിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ്, വെബ്സൈറ്റ് ഡിസൈനിങ്, അങ്ങനെ സ്തോത്രം മൊബൈൽ ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള IT ഫീൽഡിലോട്ടും ഒക്കെ ഒന്ന് ഹല്ലേലൂയ മാറി. ആ ലെവലിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കുന്നു. സ്തോത്രം. എന്നാൽ സ്തോത്രം ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഇത് ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത് സ്തോത്രം എല്ലാം സുഖമായി പോകുന്ന ഒരു ജീവിതമാണ് എന്ന് എൻ്റെ ഇതുവരെയുള്ള വിശ്വാസ ജീവിത അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് കർത്താവ് പറയുന്നത് പോലെ ജീവനിലേക്കുള്ള വഴി അത് ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈസി അല്ല. പക്ഷെങ്കിൽ ഏത് പ്രതികൂലത്തെയും അനുകൂലമാക്കി തരുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം.
എബേസ് പ്രാർത്ഥിച്ചതുപോലെ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം. സ്തോത്രം. അപ്പോൾ അനർത്ഥങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. സ്തോത്രം. ഇതൊക്കെ തരണം ചെയ്ത് ആണ് നമ്മൾ കർത്താവ് വെച്ചിരിക്കുന്ന ആ ഹല്ലേലൂയ രക്ഷയിലേക്ക് എത്തുന്നത്. സ്തോത്രം. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾക്കെല്ലാം തികഞ്ഞവരായെന്നോ എല്ലാം ഹാലിൽ നേടിയെന്നോ ഉള്ളതല്ല. സ്തോത്രം. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന, സ്തോത്രം, യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളിയോട് എല്ലാം സുഖമാണോ എന്ന് ചോദിക്കുകയോ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു എനിക്കൊരു കുഴപ്പവുമില്ല, എല്ലാം സുഖമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്തോത്രം അത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അനവധി യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ മുൻനിരയിൽ ഹല്ലേലൂയ നിൽക്കുന്ന ഒരു പടയാളി പറയും, ഏത് സമയവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അങ്ങോട്ടും ഹല്ലേലൂയ ഞങ്ങൾ ആക്രമിക്കുന്നുണ്ട്, ഇങ്ങോട്ടും ശത്രു ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിനെയൊക്കെ ഞങ്ങൾ തടയുന്നു. എന്നാൽ അങ്ങോട്ട് ഞങ്ങൾ ഇടിക്കേണ്ടതിനെ ഇടിച്ച്, കോട്ടകൾ ഇടിച്ച് ശത്രുവിന്റെ ഹല്ലേലൂയ തന്ത്രങ്ങളെ തകർത്ത് ഞങ്ങൾ മുന്നേറുകയാണ്. അപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് കാലിൽ നിർത്തുന്നത് കൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. യുദ്ധകളത്തിൽ നിൽക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം അന്യഭാഷയിലും സന്ധ്യാനേരം അന്യഭാഷയിലൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ. സ്തോത്രം. അപ്പോൾ യുദ്ധക്കളത്തിൽ പോരാടുന്നവർക്ക് അറിയാം, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം അതിനെ വകവയ്ക്കാതെ, ഹല്ലേലൂയ സ്തോത്രം, അതിനെയൊക്കെ ഹല്ലേലൂയ ചവിട്ടി അമർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഞാൻ യുദ്ധം ചെയ്ത് പോരാടി ജയിക്കുകയാണ് എന്ന്. അപ്പോൾ ഇന്ന് സ്തോത്രം ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരികയാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്, ഞാൻ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ മസ്കറ്റിൽ വെച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്തോത്രം ആ ദേശത്ത് ആയിരുന്നു. സ്തോത്രം. തുടർന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലി അവിടെ വിസ അടിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ അവിടുത്തെ സ്തോത്രം സഭയിലെ പാസ്റ്റർ ചന്ദ്രബോസ് ആൻറ്റി അവരെ ആ കുടുംബം സ്തോത്രം എനിക്ക് പെട്ടെന്ന് ഒരു വിസിറ്റിംഗ് വിസ ദുബൈയിലേക്ക് അറേഞ്ച് ചെയ്ത് തരുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അവർ പറഞ്ഞു, സ്തോത്രം, നാട്ടിൽ ഇപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹല്ലേലൂയ സ്തോത്രം വിവാഹമൊക്കെ വീട്ടുകാർ അന്വേഷിച്ച് അത് ഒരു പക്ഷെങ്കിൽ ജാതീയ മാർഗത്തിൽ നിന്നുള്ളതായിരിക്കും. കാരണം ഞാൻ പുതിയ വിശ്വാസിയാണ്, അധികമൊന്നും നിന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം കുറച്ച് നാളുകൾ മാത്രമേ ആയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ട് നേരെ സ്തോത്രം ദുബൈയിൽ പോയി അവിടെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഹല്ലേലൂയ ദൈവം അവിടെ വഴി ഒരുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു വിസിറ്റിംഗ് വിസ എനിക്ക് എടുത്ത് എന്നെ ദുബൈയിലേക്ക് വിടുവാൻ ഹല്ലേലൂയ തീരുമാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദുബൈയിലേക്ക് പോകുവാൻ അവിടെങ്ങും പരിചയക്കാരോ ഒന്നുമില്ല. സ്തോത്രമെങ്കിലും ഈ മസ്കറ്റിലെ സ്തോത്രം ചന്ദ്രബോസങ്ങളും അവിടുത്തെ അദ്ദേഹത്തിന്റെ പാസ്റ്ററുടെ മകൻ സ്തോത്രം ജസ്റ്റിസ് ചന്ദ്രബോസ് ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹം അവിടെ മസ്കറ്റിൽ നിന്ന് ദുബൈയിലെ അവരുടെ പരിചയക്കാരെയൊക്കെ ഒത്തിരി പേരെ വിളിച്ച് ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഇങ്ങനെ ഒരു സഹോദരനുണ്ട്, ഒരു താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പലരെയും വിളിച്ചു. എങ്കിലും അതിനൊന്നും ക്രമീകരണമായില്ല. എന്നാൽ അവസാനം ഷാർജയിലുള്ള ഒരു ചർച്ച് ഓഫ് ഗോഡിലെ സ്തോത്രം ഒരു പാസ്റ്റർ എബനേസർ ദാനിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, കുഴപ്പമില്ല, പ്രസാദനെ കയറ്റിവിട്, ഞാൻ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് സ്തോത്രം 1999 സ്തോത്രം ഞാൻ ദുബൈയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം പോകുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഞാൻ 91 മസ്കറ്റിൽ വന്നു. 97 രക്ഷിക്കപ്പെടുവാനും 98 4 മാസം സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു. 98 6 മാസം അഭിഷേകം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം.
അങ്ങനെ 99 കുവൈറ്റ് വിട്ട് മസ്കറ്റ് വിട്ട് ദുബൈയിലെത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ദുബൈയിലെത്തി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എനിക്ക് പാസ്റ്ററിന്റെ കൂടെ ചില ദിവസങ്ങൾ താമസിക്കുവാനും അതിനുശേഷം അവിടെ തന്നെ സ്തോത്രം ഒരു സഹോദരൻ വഴി ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് എന്നെ അങ്ങോട്ട് മാറ്റുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചാൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ഒത്തിരി സ്തോത്രം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനൊക്കെ ഇടയായിത്തീരുന്നു. കരുതുന്നവനായ ദൈവം നമ്മൾ ഒരു നാളും കൈവിടാത്തവനായ ദൈവം. സ്തോത്രം. ആ ദൈവം എന്നെ ബലപ്പെടുത്തുവാനും സ്തോത്രം നടത്തുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ഇനിയും ഞാൻ വിസിറ്റ് വിസയിലാണ്. എനിക്കൊരു വിസ അടിക്കണം, ജോലി വേണം. അങ്ങനെ പല ജോലികൾ ഇങ്ങനെ അന്വേഷിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. പല തിരക്കിയെങ്കിലും എനിക്ക് വേറൊരു ഒരിടത്ത് ഇന്റർവ്യൂവിനെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുവാനും അവിടെ വെച്ച് സ്തോത്രം അദ്ദേഹത്തിന് ആ കമ്പനിയിലെ ആൾക്കാർക്ക് സ്തോത്രം എൻ്റെ ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുവല്ലോ, എൻ്റെ പടങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുവാനും അവർ പറഞ്ഞു ഞങ്ങൾ ഈ ഫീൽഡൊന്നുമല്ല, അവർ വേറൊരു ഫീൽഡാണ്. പക്ഷേ അതിൻ്റെ മുതലാളിക്ക് ഈ ആർട്ടുമായിട്ട് വലിയ താല്പര്യവും പുള്ളി ആ ആള് സ്തോത്രം വേറെ ഈ പെയിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ചില ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലേ ഞാൻ സ്തോത്രം ഒരു കാര്യം ചെയ്യാം, എനിക്ക് സ്തോത്രം താല്പര്യമുണ്ട് അനിലിനെ എൻ്റെ കൂടെ നിർത്തി പെയിന്റിംഗ് ഒക്കെ ചെയ്യിക്കുവാൻ. നമുക്കൊരു കാര്യം ചെയ്യാം അനിലെ, കുറേ പെയിന്റിങ്ങുകൾ 10-20 ഓയിൽ പെയിന്റിങ്ങുകൾ, ഛായാചിത്രങ്ങൾ ചെയ്യുക, വരയ്ക്കുക. സ്തോത്രം. അത് 10-20 പെയിന്റിങ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എക്സിബിഷൻ നടത്തി സെയിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ലാഭത്തിൻ്റെ പകുതി നമുക്ക് എടുക്കാം. അനിലിന് സ്തോത്രം ചെലവിന് ഞാനൊരു തുക മാസം തരികയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം അതെനിക്ക് സ്തോത്രം വളരെ താല്പര്യമായി തോന്നി. കാരണം എൻ്റെ തൊഴിലിൽ തന്നെ ഒരു ജോലി ലഭിക്കുകയും ഇങ്ങനെ ഒരു അവസരം കിട്ടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല കാര്യമായി തോന്നി. ആ ആള് പറഞ്ഞു, ഞാനും ഒരു വിശ്വാസിയാണ്, സ്തോത്രം സ്തോത്രം എന്ന് പറയുവാനിടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ അതിൽ ഞങ്ങളുടെ ചർച്ചിൽ ദേവദാസനോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അല്ലേ നല്ലതാണ് എന്ന് പറഞ്ഞു. അവിടെ ജോയിൻ ചെയ്യുവാനും അങ്ങനെ പടങ്ങൾ പെയിന്റിങ്ങുകൾ ചെയ്യുവാനൊക്കെ ഇടയായിത്തീർന്നു. അവിടെ എല്ലാ രീതിയിലും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പെയിന്റിങ്ങുകൾ, മനോഹരമായ പെയിന്റിങ്ങുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ആളുകൾ 1 വർഷത്തോളം ഇരുന്ന് സ്തോത്രം അവിടെ ഇരുന്ന് ചെയ്യുവാനൊക്കെ ഇടയായി. സ്തോത്രം. ചർച്ചിലും സ്തോത്രം ഞാൻ ആക്റ്റീവായി തന്നെ ദേവദാസനോട് ചേർന്ന് ആയിരിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. എന്നാൽ കുറച്ചു നാള് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം 10-20 പെയിന്റിംഗ് ഒക്കെ, മനോഹരമായ പെയിന്റിങ്ങുകളൊക്കെ ആയി. ഞാൻ അതിൻ്റെ ബോസിനോട്, മുതലാളിയോട് പറഞ്ഞു, നമുക്ക് ഇനിയും വിറ്റിട്ട് ഇതിൻ്റെ സാമ്പത്തികം വേണം എന്ന് പറയുവാനിടയായിത്തീർന്നു. എന്നാൽ അത് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് അത് വിൽക്കുവാനോ അതിൻ്റെ ഫർദറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാനോ താല്പര്യമില്ല. സ്തോത്രം. സ്തോത്രം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് വെളിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിലോട്ടൊക്കെ മാറ്റുവാനും ഒക്കെ ശ്രമിച്ചു. സ്തോത്രം. പല രീതിയിൽ എനിക്ക് സ്തോത്രം അത്ര സുഖമായി തോന്നിയില്ല. അത് എൻ്റെ സ്തോത്രം സ്തോത്രം ലാബാന്റെ മുഖഭാവം മാറി എന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഞാൻ ഇവിടെ നിന്ന് വരയ്ച്ചു കഴിയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു പണി നോക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത വന്നു. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേറൊരു പണിക്ക് സ്തോത്രം ശ്രമിച്ചു. എനിക്ക് നല്ലൊരു ജോലി അതിനടുത്ത് തന്നെ, ഷാർജയിൽ തന്നെ നല്ലൊരു ജോലി ഒരു സ്റ്റെയിൻ ഗ്ലാസ് കമ്പനിയിലെ ഒരു ഡിസൈനറായി, ആർട്ടിസ്റ്റായി കിട്ടുവാനിടയായി തീർന്നു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് സ്തോത്രം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് സ്തോത്രം ജോയിൻ ചെയ്യുവാൻ ഞാൻ അവിടുന്ന് പോന്നു. സ്തോത്രം. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം, എൻ്റെ പഴയ കമ്പനിയിലെ ആള്
എന്നെ എൻ്റെ കൂടെ വേറൊരു സ്റ്റാഫും കൂടെ അവിടുത്തെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില ലെറ്റർ കൊടുത്തു വിടുവാനും ഭീഷണിപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. സ്തോത്രം, സൈൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ പോലീസിൽ പിടിപ്പിക്കും, ഇനി തിരിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിനക്ക് റിലീസ് തരത്തില്ല, ആപ്പാട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാനിടയായി തീർന്നു. ഇത് വളരെ വളരെ മൂർധന്യമായ രീതിയിൽ വന്നു. സ്തോത്രം. ഒരു ദിവസം ഒരു മാസമൊക്കെ ആയപ്പോൾ, ഒരു മാസം വരെ അദ്ദേഹം ഇങ്ങനെ എന്നെ സ്തോത്രം ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പ്രത്യേകിച്ച് നമ്മളെ സഹായിപ്പാൻ ചർച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാതെ സ്തോത്രം വേറൊരു മാനുഷികമായ യാതൊരു റെക്കമെൻഡേഷനും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഈ ഹല്ലേലൂയ ആ കമ്പനിയുടെ മുതലാളി, തന്നെ ഞാൻ ജോലി ചെയ്തിരുന്ന പഴയ കമ്പനിയുടെ മുതലാളി ഞാൻ താമസിക്കുന്ന ഇടത്ത് ഒരു ദിവസം രാത്രിയിൽ വരുവാനും വളരെ മോശമായിട്ട് സംസാരിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. നീ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിലാക്കും, ആരും നിന്നെ സഹായിക്കുവാൻ കാണത്തില്ല എന്നൊക്കെ പറയുവാനൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ വളരെ ഭാരത്തോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുകയാണ്. പുതിയ സ്തോത്രം. ഒരു കാരണവശാലും എനിക്ക് അവിടെ പോയി അദ്ദേഹത്തിനോട് ജോലി ചെയ്ത് കഴിയുവാൻ താല്പര്യമില്ല. സ്തോത്രം. അത് സ്തോത്രം എൻ്റെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരിടത്ത് നിന്ന് കഴിയുമ്പോൾ അത് എനിക്ക് ശരിയാകത്തില്ല എന്ന് മനസ്സിൽ നമുക്ക് ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം നമുക്കത് അവിടെ ഇരിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു അനുഭവം. സ്തോത്രം. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ രാത്രിയിൽ വളരെ ഭാരത്തോടെ കിടന്നുറങ്ങുവാനിടയായി തീർന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. സ്തോത്രം. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. അതിലൊന്ന് 2 പ്രാവശ്യം വളരെ ശക്തമായി എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. സ്തോത്രം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ലോകത്തെ ജയിച്ച ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ധൈര്യപ്പെടുവിൻ. ഒരു മാനുഷിക വെല്ലുവിളികളെയോ ഈ ലോകത്തിലെ ഒരു ശക്തിയുടെയും വെല്ലുവിളികളെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ധൈര്യമായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കേൾക്കുന്ന ജീവന്റെ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മളെ മുന്നോട്ട് നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. സ്തോത്രം. ആ ഒരു ശബ്ദം, ആ ഒരു വാക്ക് എൻ്റെ മേൽ വലിയ ധൈര്യം ഉണ്ടാകുവാനിടയായി തീർന്നു. എനിക്കെന്തോ വലിയൊരു ഹല്ലേലൂയ സ്തോത്രം ജയം വന്നതുപോലെ എൻ്റെ മനസ്സിൽ തോന്നുവാനും ഇടയായി തീർന്നു. ഞാൻ സ്തോത്രം പുതിയ കമ്പനിയിൽ ചെന്ന് പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എനിക്ക് റിലീസിന് ചില ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ അവിടെ പറയുവാൻ ഇടയായി തീർന്നു, മാനേജരോട് പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഞങ്ങളുടെ അറബിയോട് സംസാരിച്ചോളാം. സ്തോത്രം. അദ്ദേഹം നിന്റെ പഴയ കമ്പനിയുടെ സ്തോത്രം അറബിയോട് സംസാരിക്കും. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അടുത്ത് പഴയ കമ്പനി നടത്തുന്നത് ഒരു മലയാളിയാണ്. സ്തോത്രം. എന്നാൽ സ്തോത്രം അദ്ദേഹത്തിന്റെ അറബിയോട് എൻ്റെ പുതിയ കമ്പനിയുടെ അറബി സംസാരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുവാനും, എൻ്റെ പുതിയ കമ്പനിയുടെ അറബി എന്ന് പറയുന്നത് വലിയ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഡയറക്ടർ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു. മറ്റേ ആ കമ്പനിയുടെ എന്ന് പറയുന്നതും അദ്ദേഹവും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഒരു നല്ല ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ സ്തോത്രം, അവർക്ക് സ്തോത്രം എൻ്റെ ID കാണുമ്പോൾ അറിയാം ഇന്ന ഇത് കമ്പനി. അങ്ങനെ അവർ നമ്പർ കളക്ട് ചെയ്ത് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ അറബികൾ തമ്മിൽ സംസാരിച്ചിട്ട് പിറ്റേ ദിവസം, അടുത്ത ദിവസം, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാൻ എൻ്റെ പുതിയ കമ്പനിയിൽ നിന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞു, അതിൽ പോയി സ്തോത്രം നിങ്ങളുടെ അറബിയെ, അതായത് പഴയ ഹല്ലേലൂയ സ്തോത്രം കമ്പനിയുടെ അറബിയെ പോയി കാണണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്ന് ഞാൻ പഴയ അറബിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 1 വർഷത്തോളമായി പെയിന്റിങ്ങുകളൊക്കെ ചെയ്യുകയാണ്. അദ്ദേഹം അതിപ്പോൾ വിൽക്കുവാനോ ഒന്നും ഹല്ലേലൂയ ഇപ്പോൾ അതിന് പദ്ധതിയില്ല, അതുകൊണ്ട് ഞാനൊരു വേറൊരു ജോലി ലഭിച്ചു പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, കുഴപ്പമില്ല, ഞാൻ ആളുമായിട്ട് സംസാരിച്ച് നിന്റെ പെയിന്റിംഗ് ഒക്കെ ഞാൻ തിരിച്ചെടുത്തു തരാം.
കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. എൻ്റെ അടുത്ത് പുതിയ മറ്റേ അറബി എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ നിനക്ക് റിലീസും കാര്യങ്ങളും ഒക്കെ തരാം. പക്ഷെങ്കിൽ ഒരു കാര്യം, നീ എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് പെയിന്റിങ്ങുകൾ എൻ്റെ ഭവനത്തിലൊക്കെ ചെയ്ത് വരച്ചു തരണം. സ്തോത്രം എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്തോത്രം ജോലി ഞാൻ പുതിയ കമ്പനിയിൽ കയറിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ പുതിയ കമ്പനിയിലെ അറബിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചോളാം. സ്തോത്രം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം, റിലീസൊക്കെ തരാം. എൻ്റെ പാസ്പോർട്ടൊക്കെ ആ പഴയ കമ്പനിയിലാണ് ഇരിക്കുന്നത്, അതൊക്കെ കിട്ടണം. നീ ഒന്നും ഭാരപ്പെടേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ തൻ്റെ ഭവനത്തിൽ കുറെ പെയിന്റിങ്ങിൽ വരയ്ക്കുവാൻ ഒരു 1-2 മാസത്തോളം അദ്ദേഹം എന്നെ അവരുടെ വീട്ടില് ഹല്ലേലൂയ ഭവനത്തിൽ വലിയ ഭവനമാണ്, അവിടെ വലിയ കുറെ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെ ചെയ്യിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയി ഈ സ്തോത്രം ഈ എൻ്റെ പഴയ മലയാളിയുടെ ഓഫീസിൽ പോയിട്ട് നിന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ PR മന്ദൂപ്പ് എന്ന് പറയും, അവരെയും സ്തോത്രം എല്ലാവരും കൂടെ പോയി ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ പെയിന്റിങ്ങുകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഭവനത്തിലും ചെന്നു, ഭവനത്തിലും പെയിന്റിങ്ങുകളൊന്നുമില്ല. അദ്ദേഹം എൻ്റെ അടുക്ക് പറയുവാനിടയായിത്തീർന്നു, അല്ലേ സ്തോത്രത്തിന്റെ പെയിന്റിങ്ങുകളൊന്നും അവിടെ ഇല്ലല്ലോ എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ അദ്ദേഹം ആ ആള് അതൊക്കെ നേരത്തെ അവിടുന്ന് എടുത്ത് മാറ്റുവാൻ ഇടയായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ ഈ അറബിയുടെ അടുത്ത് ഒരു 2 മാസത്തോളം ഹല്ലേലൂയ ജോലി ചെയ്യുവാനും അതിനൊക്കെ നല്ല വേതനം, നല്ല തക്കതായ പ്രതിഫലം തരുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. എന്നെ രാവിലെ വന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുപോവുകയും വൈകിട്ടാകുമ്പോൾ തിരികെ കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അങ്ങനെ ചില ദിവസങ്ങളിൽ അവിടെ ആയിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുകയല്ലേ അവസാനം പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞൊരു ദിവസം എന്നെ തിരിച്ച് കൊണ്ടുവിടുവാൻ നേരം അദ്ദേഹം എൻ്റെ അവിടുത്തെ വരച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി, ഇഷ്ടമായി. എന്നിട്ട് എന്നെ തിരിച്ച് ഇനിയും അവസാന ദിവസം വണ്ടിയിൽ ഇങ്ങനെ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ റിലീസ് സൈൻ ചെയ്ത പേപ്പറും പാസ്പോർട്ടും ഒക്കെ എടുത്തു തന്നിട്ട് പറഞ്ഞു, അല്ലേ സ്തോത്രം, ഇതെങ്ങനെയാണ് ഹല്ലേലൂയ കിട്ടിയെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, സ്തോത്രം, അറിയില്ല. അപ്പം പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് അവൻ്റെ അടുക്കെ ചോദിച്ചു, നിന്റെ പാസ്പോർട്ട് തരാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്പോർട്ടൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അറബി പറയുകയാണ്, ഞാൻ സ്തോത്രം അവന്റെ ഹല്ലേലൂയ ഈ കോളറിനെല്ലാം കൂടെ കുത്തിപ്പിടിച്ചു, എന്നിട്ട് പിടിച്ച് അങ്ങ് പൊക്കി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവൻ പെട്ടെന്ന് അവന്റെ സ്തോത്രം അലമാര തുറന്ന് അതിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട്, നിന്റെ പാസ്പോർട്ട് എടുത്ത് തരുവാനിടയായി തീർന്നു. എന്നിട്ട് ആ അറബി പറഞ്ഞത് ഇങ്ങനെയാണ്, അറബി സെയിം ബെച്ച ക്രൈം, അതായത് അവർ പറഞ്ഞ അവരുടെ ശൈലിയ സ്തോത്രം, ഒരു കുഞ്ഞ് ഹാലില് കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ട് അവനതെടുത്ത് തരുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്ക് ഹാലലു, ആ മനുഷ്യനെയും കൊണ്ട് ആ അറബിക്ക് മാസാമാസം വലിയ തുക ഹാലലുയ സമ്പാദിച്ചു കൊടുക്കുന്നതാണ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ വിഹിതം. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഹാലലുയ സ്തോത്രം, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഹാലലുയ സ്തോത്രം, ശത്രു എത്ര പ്രബലനായെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹാലലുയ സ്തോത്രം. അവരുടെ വിഷയത്തിൽ ഹാലലുയ ദൈവത്തിന്റെ കരം നീട്ടുക തന്നെ ചെയ്യും. അതാണ് ദൈവം എന്നോട് പറഞ്ഞ, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഹാലലുയ സ്തോത്രം. വലിയ ധനവാനായ വലിയ ഹാലലുയ സ്തോത്രം ഉന്നത പദവിയിൽ ഇരിക്കുന്നവരുടെ ഇടയിൽ സ്തോത്രം ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഹാലലു, ആരും ചോദിക്കുവാനും പറയുവാനും ലോകപരമായി ഇല്ലാതിരുന്ന ഹാലലുയ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹാലലുയ ശക്തമായി ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഹാലലുയ എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു ബലവും ധൈര്യവും, ഞാൻ പിടിച്ചിരിക്കുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനാണെന്ന് ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഹാലലുയ സ്തോത്രം. അവിടെയുള്ള ചർച്ചിലെ ദേവദാസന് ഹാലലുയ അവിടെ ഉള്ളവർക്കൊക്കെ വിശ്വസിക്കുവാൻ ഹാലലുയ സ്തോത്രം ആ വലിയ ഹാലലുയ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കാരണം ഈ സഹോദരന് ഒരു വിശ്വാസ പെന്തിക്കോസ്ത് വിവാഹമല്ല, വേറൊരു ഗ്രൂപ്പിലെയാണ്. സ്തോത്രം. ഒരു വിശ്വാസത്തിലുള്ള ഒരാളായിരുന്നു കൊണ്ട് ചർച്ചിലെ ഹാലലുയ സ്തോത്രം ആൾക്കാരൊക്കെ ഇദ്ദേഹമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം ഒരു തരത്തിലും തരത്തില്ല ഹാലലുയ സ്തോത്രം എന്ന് പറഞ്ഞ ഹാലലുയ ആ വിഷയം
സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇടപെട്ട് അതിൽ വളരെ നിസാരമായി ദൈവം സ്തോത്രം അത് എൻ്റെ കരത്തിൽ എത്തിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുവാനും ചില നാളുകൾ സ്തോത്രം ആ ജോലിയുമായി കമ്പനിയിലായിരിക്കുവാനും ഒക്കെ ഇടവന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം എനിക്ക് ഞാൻ ഈ കമ്പനിയിൽ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ പഴയ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതൊരു വിശ്വാസത്തിന് കാര്യമായി തീരുമെന്ന് കരുതി ഞാനത് പറയുകയാണ്. സ്തോത്രം. ഈ സ്തോത്രം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിന്റെ താഴെ ഒരു ഫോട്ടോ കോപ്പി സെന്റർ ഉണ്ടായിരുന്നു. അവിടെ ഒരു സഹോദരി സ്തോത്രം സ്തോത്രം ആണ് അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്തോത്രം എല്ലാ ദിവസവും അതിന്റെ മുമ്പിൽ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. സ്തോത്രം. ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അവിടെ പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കളർ ഫോട്ടോ കോപ്പീസ് ഒക്കെ എടുക്കുവാൻ വേണ്ടി അവിടെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ സ്തോത്രം അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരി ഒരു ഹൈന്ദവ സഹോദരിയാണ്. 10-35 വയസ്സ് അന്ന് പ്രായം ഉണ്ടായിരുന്നു. സ്തോത്രം. സഹോദരി അവിടെ ചെല്ലുമ്പോൾ ഈ ഹിന്ദു പാട്ടുകളൊക്കെ വെച്ച് നാട്ടിലെ ഈ തമിഴ്നാട്ടിലും ഒക്കെയുള്ള ഈ അമ്പലത്തിന്റെ മുമ്പിൽ കൂടെ പോകുന്ന ഒരു 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 സ്തോത്ര അനുഭവമാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്ട് വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം. സ്തോത്രം. ഞാന് സ്തോത്രം അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരിയോട് സ്തോത്രം സ്തോത്രം പറയാറുണ്ട്. കർത്താവിനെ കുറിച്ചും എനിക്ക് പറ്റുന്ന രീതിയിൽ കർത്താവിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞ കർത്താവിനെ കുറിച്ച് ഞാനൊരു പറയുവാനിടയായി തീർന്നു. ഞാനൊരു ഹൈന്ദവനായിരുന്നുവെന്നും സ്തോത്രം ഈ ജീവനുള്ള ദൈവത്തെ പിൻപറ്റിയും നമ്മൾ മദ്യപാനിയായിരുന്നു. എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ചെറിയ രീതിയിൽ എനിക്ക് അന്ന് അറിയാവുന്ന രീതിയിലൊക്കെ പറയുവാനിടയായി തീർന്നു. സ്തോത്രം. അദ്ദേഹം ആ സഹോദരി പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് ബന്ധുക്കൂസുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങനെയാണ്, അവർ മോശമായ രീതിയാണ്, അവരെക്കുറിച്ചൊക്കെ ഒത്തിരി പരാതി സാധാരണ ജനങ്ങൾ പറയാറുള്ളത് പറയുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ സ്തോത്രം 2000-ലും ഒക്കെ സ്തോത്രം നമ്മൾ ഇന്നത്തെ കൂട്ട് യൂട്യൂബിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളും സാക്ഷ്യ ടെസ്റ്റിമോണിയൽസ് ഒന്നും കൂടുതലായി വരുവാൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അന്നൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. സ്തോത്രം. അതൊന്നെല്ലാം ഈ ഓഡിയോ കാസറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാനൊരു അന്നത്തെ സ്തോത്രം വളരെ ഒരു ഹൈന്ദവ ഇതിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരാളുടെ ഒരു കാസറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ശ്രീനിവാസ ഭട്ടാചാര്യ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ഇതിൽ നിന്ന്. അദ്ദേഹത്തിന്റെ പിന്നുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് വളരെ സ്തോത്രം ശക്തമായി പലരും ഇതുപോലുള്ള ഹൈന്ദവ ആൾക്കാരുടെ കൊടുക്കുന്ന എൻ്റെ കയ്യിലും കിട്ടിയതാണ് അത്. സ്തോത്രം. ഞാൻ ആ കാസറ്റാണ് ഈ സഹോദരിയുടെ ഒരു കാസറ്റ് കൊണ്ട് ഈ സഹോദരിയെ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരി സമയമുള്ളപ്പോൾ ഈ കാസറ്റ് ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അദ്ദേഹം ആ സഹോദരി പറഞ്ഞു ഞാനത് കേൾക്കാം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു വെക്കുകയും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അന്നൊരു എനിക്ക് തോന്നുന്നു ഒരു നവംബർ-ഡിസംബർ സമയമാണ്. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഞാൻ കാണുമ്പോൾ ചോദിക്കും, കേട്ടോ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇല്ല കേട്ടില്ല, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, സ്തോത്രം സഹോദരി, ഡിസംബർ മാസം പകുതിയൊക്കെ ആണെന്ന് തോന്നുന്നു, കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം അത് കേൾക്കാൻ എടുത്തിട്ടു. അതുകൊണ്ട് കേട്ടപ്പോൾ സ്തോത്രം എനിക്ക് ദേഷ്യം വന്നു, ഞാനതെടുത്ത് ഒരൊറ്റ ഏറ് എറിഞ്ഞു എന്ന് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അതായത് എങ്ങനെയാണ് പറഞ്ഞത്, എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ കാസറ്റ് എടുത്ത് ഒറ്റ ഏറ് എറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും സ്തോത്രം. പിന്നെ അന്ന് ഞാനൊന്നും ചോദിക്കുവാനിടയായി തീർന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും അവിടെ പോകുന്നതുകൊണ്ട് കാണുന്നത് കൊണ്ട് സൗരിയോട് പറഞ്ഞു, സൗരി എന്നാ ഇനിയിപ്പോൾ ആ സൗരി ആ കാസറ്റ് കേൾക്കത്തില്ല എന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സൗരി എന്നാ കാസറ്റ് ഇങ്ങ് തരണേ, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു, കൊണ്ട് തരണേ. അപ്പോൾ ആ സൗരി എന്തൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേ എനിക്ക് സമയം ഇല്ല, ഞാൻ രാത്രിയിലാണ് വെളുപ്പിനെ പോന്നാൽ രാത്രിയിലാണ് ചെല്ലുന്നത്, കട്ടിലിന്റെ കീഴിൽ എവിടെയോ അത് വീണ് കിടക്കുകയാണ്, അതെടുക്കണം, ഇനി എന്നാണ് ഒരു പബ്ലിക് ഹോളിഡേ വരുന്നത് അന്ന് ആ കാസറ്റ് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഇനി പോരുവാനിടയായി. അപ്പോൾ അടുത്ത പബ്ലിക് ഹോളിഡേ വരുന്നത് ഈ സ്തോത്രം ജനുവരി സ്തോത്രം 1 ഒരു അവധിയുണ്ട്. ഡിസംബർ കഴിഞ്ഞ് സ്തോത്രം പുതുവർഷത്തിന്റെ ഒരു അവധി വരുന്ന അന്നാണ് പബ്ലിക് ഹോളിഡേ ഉള്ളത്. സ്തോത്രം. പിന്നെ ഞാൻ അത്
അതിലത്ര ശ്രദ്ധിക്കുവാനിടയായി തീർന്നില്ല. ഇങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ സ്തോത്രം ജനുവരി 1 കഴിഞ്ഞു, അവധിയൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം അവധിയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. ആ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒക്കെയും ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ജനുവരി പുതിയ വർഷത്തിൽ കടന്നു കഴിഞ്ഞ് ഞാൻ അതുവഴി കടന്നു വന്നപ്പോൾ ഒന്ന് രണ്ട് അവിടെ പാട്ടൊന്നും കേൾക്കുവാൻ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമൊന്നും കാണുന്നില്ല. സ്തോത്രം. ഞാൻ അവിടെയുള്ള അവിടെ ഒരു കടയിലേക്ക് ചെല്ലുവാൻ ചെന്നപ്പോൾ അവിടെ ഒരു പുതിയൊരാൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ പഴയ നമ്മുടെ സഹോദരി എന്തേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊക്കെ പറയുവാനിടയായി തീർന്നു. അപ്പോൾ അറിഞ്ഞില്ലയോ, ആ സഹോദരി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, മരിച്ചുപോയി. സ്തോത്രം. ഡിസംബർ 31 രാത്രിയിൽ ആ സഹോദരി കൊല ചെയ്യപ്പെട്ടു. താൻ ആയിരിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിൽ, സ്തോത്രം, ടെറസിന്റെ മുകളിൽ അവിടുത്തെ ഹാരിസ്, അവിടുത്തെ എന്താ ബിൽഡിങ്ങിന്റെ കാവൽക്കാരൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, കൊണ്ടുപോയി ആ സഹോദരിയെ 10 11 കുത്തി എന്നാ പറയുന്നത്. കുത്തി, ഹല്ലേലൂയ, ഈ ലോകത്ത് നിന്ന് അത് മാറ്റപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അതൊക്കെ എന്നെ വളരെ, ഹല്ലേലൂയ, സ്തോത്രം, വളരെ ചിന്തിപ്പിച്ച കാര്യങ്ങളാണ്. ദൈവം എന്നോട് ഇടപെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. ആ സഹോദരിയോട്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ കൊണ്ട് പറയാവുന്ന രീതിയിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ കയ്യിലുള്ള, ഹല്ലേലൂയ, ആ സാക്ഷ്യത്തിന്റെ കാസറ്റ് കൊടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാണ് ഒരു പബ്ലിക് ഹോളിഡേ വരുന്നത്, അന്ന് ഞാൻ ഇത് എടുത്തു തരാം. പബ്ലിക് ഹോളിഡേ അന്ന് തുടങ്ങുക, അന്ന് രാത്രി, ഹല്ലേലൂയ, പുതിയ വർഷം ജനുവരി 1 ആ ഹല്ലേലൂയ അവധിയിലേക്ക് പ്രവേശിക്കുന്നതിന് അന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ആ സഹോദരിയെ വളരെ നീചമായ രീതിയിൽ, ഹല്ലേലൂയ, ഒരു സഹോദരൻ, ഹല്ലേലൂയ, കുത്തി കൊലപ്പെടുത്തി ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ സ്തോത്രം, വചനം പറയുന്നത് പോലെ, സ്തോത്രം, ഒരു പാപിയോട് അവന്റെ പാപത്തെക്കുറിച്ച് നീ ഓർപ്പിച്ചില്ല എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവനത് ഏറ്റെടുത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു, അവന്റെ ജീവനെ രക്ഷിക്കുന്നു. നീയും നിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അവന്റെ ആ രക്തം ഞാൻ നിന്നോട് ചോദിക്കും എന്ന് ഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് തന്നെ ആ സഹോദരിയോട്, സ്തോത്രം, എനിക്ക് പറയുവാനുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, സ്തോത്രം, ആ രക്തം എന്നോട് ചോദിച്ചതിന്. അതുപോലെ തന്നെ ആ സഹോദരിക്കും ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല, എൻ്റെ അടുക്കൽ യേശുവിനെ കുറിച്ചോ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ചോ ആരും പറഞ്ഞില്ല എന്ന് പറയുവാനും ഹല്ലേലൂയ ഇല്ല. എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിലും നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എങ്കിൽ, സ്തോത്രം, തീർച്ചയായിട്ടും അത്, ഹല്ലേലൂയ, സ്തോത്രം, വലിയ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നുള്ള പ്രതികൂലം നാം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അവിടെ പറയുന്നു, ഹല്ലേലൂയ, ആ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്തോത്രം, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, സ്തോത്രം, ഒരുപക്ഷെ ജോലി മേഖലയിലായിരിക്കും നാം പലരെയും കണ്ടുമുട്ടുന്നത്. അവരോട് പരിജ്ഞാനത്തോടെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇടയായി തീരട്ടെ. അതൊക്കെ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ ആ സഹോദരി പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പബ്ലിക് ഹോളിഡേ വരെ എത്തുവാൻ, അവർക്ക് ആ കാസറ്റ് തപ്പിയെടുത്ത് തരുവാനൊന്നും ഇടയായി തീർന്നത്. പക്ഷെങ്കിൽ ആ കാസറ്റ് കേട്ട് കഴിഞ്ഞാൽ അവിടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാനസാന്തരം, ദൈവം ഒരുപക്ഷെ ഇടപെടും, അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ ആ അനുഭവത്തിലേക്ക്, ആ പാപത്തിന്റെ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകുവാൻ, മരണത്തിൽ വീഴുവാൻ ദൈവം അനുവദിക്കുകയില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ, സ്തോത്രം, പറഞ്ഞല്ലോ, സ്തോത്രം, പുതിയ കമ്പനിയിൽ ജോലിയായി, സ്തോത്രം, റിലീസൊക്കെ കിട്ടി. സ്തോത്രം, ഞാൻ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്കൊരു വിവാഹാലോചനകളൊക്കെ വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് ചർച്ച് വഴിയാണ് ഒരു ആലോചന വന്നു. സ്തോത്രം, നമുക്കറിയാമല്ലോ, എനിക്ക്, ഹല്ലേലൂയ, സ്തോത്രം, 10 28 വർഷമായി. സ്തോത്രം. അപ്പോൾ ചർച്ചുകാര് ഇങ്ങനെ വിവാഹത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുവാൻ, സ്തോത്രം, ഇടയായി തീർന്നു. അങ്ങനെ ഒരു ആലോചന അവിടെ വന്നു. സ്തോത്രം, കുവൈറ്റിൽ നിന്നുള്ള ഒരു ആലോചനയാണ് വന്നത്. സ്തോത്രം, എന്നെ പോലെ തന്നെ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരിയാണ്. സ്തോത്രം, അങ്ങനെ ഒരാലോചന വന്നു. അവർ തമ്മിൽ സംസാരിക്കുവാനും,
എൻ്റെ ഫോട്ടോയും ഒക്കെ അയച്ചു കൊടുക്കുവാനും അവിടുന്ന് സഹോദരിയുടെ ഫോട്ടോയൊക്കെ എനിക്ക് തരുവാനും ഒക്കെ ഇടയായി തീർന്നു. അത് സ്തോത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യപ്പെടുവാനും സ്തോത്രം അതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ സ്തോത്രം എൻ്റെ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ആൾക്കാർ വരുവാൻ, ഞങ്ങൾ രണ്ടും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് സഹോദരിയുടെ വീട്ടിൽ നിന്ന് സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. വളരെ പ്രതികൂലത്തിൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സഹോദരിയാണ്. സ്തോത്രം ഇവിടെ നേരത്തെ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ ജോലിയായിരുന്നു, സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് സ്തോത്രം വന്നു അവരുടെ നാട്ടിൽ 2 വർഷം കഴിഞ്ഞ് ലീവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഭവനക്കാർ ഹല്ലേലൂയ തിരിച്ചു പിന്നെ വിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിൽ വന്നതുകൊണ്ട് അവർക്ക് വളരെ പ്രതികൂലമായിരുന്നു. സഹോദരിക്ക് പല വിവാഹാലോചനകളൊക്കെ വന്നുവെങ്കിലും അവള് സ്തോത്രം സഹോദരി സമ്മതിക്കാതെ അവിടെ ആയിരുന്നു. ഈ ഒരു വിശ്വാസത്തിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞൊക്കെ നാട്ടിലായിരുന്നു. അങ്ങനെ നാട്ടിൽ കുറെ നാളുകൾ നിന്ന് അവസാനം പിന്നെയും ഹല്ലേലൂയ സഹോദരിയുടെ ഒരു കുഞ്ഞമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തി. ആ സഹോദരി തന്നെ പിന്നെയും തിരിച്ച് കുവൈറ്റിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. വീട്ടുകാർ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം വിവാഹത്തിനൊന്നും സമ്മതിക്കാതൊക്കെ വളരെ പ്രതികൂലത്തിലൊക്കെ ആയിരുന്നതുകൊണ്ട്, എന്നാൽ പിന്നെയും ഹല്ലേലൂയ ഗൾഫിൽ പോകട്ടെ എന്ന് പറഞ്ഞ് കയറ്റി ഇവിടോട്ട് കുവൈറ്റിലോട്ട് വിട്ടതാണ്. സ്തോത്രം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ആ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മിനിസ്ട്രിയിലെ ജോലിയൊക്കെ അത് അവധിക്ക് പോയിട്ട് വരാഞ്ഞതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. എങ്കിലും കുറെ നാളുകൾ ഇങ്ങനെ സ്തോത്രം ജോലിയൊക്കെ ഒന്നുമില്ലാതെ ആ ആൻറ്റിയുടെ കൂടെ ഒക്കെ ആയിരിക്കാനും, എന്നാൽ സ്തോത്രം കുറച്ച് കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞ് വേറൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലി ഹല്ലേലൂയ കിട്ടുവാനും ഒക്കെ ഇടയായി തീർന്നു. ആ സമയത്താണ് ഇങ്ങനൊരു വിവാഹാലോചന വരുന്നത്. അപ്പോൾ ഞാൻ സ്തോത്രം സ്തോത്രം ചിന്തിച്ചു. അപ്പോൾ ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം എനിക്ക് അവിടെ നല്ല ജോലി, കയറിയ കമ്പനിയിൽ നല്ല ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, അവര് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ദുബൈയിലേക്ക് വരാം എന്നുള്ളൊരു ചിന്തയിൽ സ്തോത്രം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനും അങ്ങനെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തിൽ അവരൊക്കെ കടന്നു വരുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നിട്ട് ഞങ്ങളുടെ അച്ഛനോട് അവരുടെ ആൾക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അനിലിനെ അവരെ ഗൾഫിൽ നിന്ന് ഇങ്ങ് വരുത്ത് നമുക്ക് ഇവിടെ വെച്ച് ഹിന്ദുമതപ്രകാരം പ്രകാരം വിവാഹമൊക്കെ നടത്തി കൊടുക്കാമെന്ന് എൻ്റെ പിതാവിനോട് പറയുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ പിതാവ് സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ആ വിശ്വാസത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ തുടക്കം മുതലുള്ള ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ അറിയാം. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത് പിന്നെ അങ്ങനെ പോകത്തുള്ളൂ എന്നുള്ളത് അച്ഛൻ അറിയാം. അതുകൊണ്ടായിരിക്കാം സ്തോത്രം എന്തോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവസാനം അത് പിന്നെ ഫർദർ അവർ പിന്നൊന്നും കൂടിയാലോചനയൊന്നും നടന്നില്ല. അവസാനം മസ്കറ്റ് ഇവിടെ കുവൈറ്റിൽ വെച്ച് വിവാഹമൊക്കെ നടത്തുവാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഞാൻ സ്തോത്രം അങ്ങനെ ആ കമ്പനിയിൽ, ഞാൻ ആയിരുന്ന കമ്പനിയിൽ സ്തോത്രം ഞാൻ വിസയുടെ വിഷയത്തിന് എനിക്ക് അന്ന് ഫാമിലി സ്റ്റാറ്റസ് ഇല്ല. സ്തോത്രം. അപ്പോൾ ഞാൻ മാനേജരോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വിവാഹമാണ്, എനിക്ക് കുടുംബത്തെ കൊണ്ടുവരണം, അതിനുള്ള ക്രമീകരണം ചെയ്ത് ആ ഒരു സ്റ്റാറ്റസിലേക്ക് തരണം എന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് മാനേജർ പറഞ്ഞു, അതിൽ ഒരു കാര്യം ചെയ്യും, ഒരു ലെറ്റർ എഴുതി കൊണ്ടുത്താ, ഞാൻ ഞങ്ങളുടെ അറബിയുടെ നിന്ന് സാക്ഷൻ വാങ്ങിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ലെറ്ററൊക്കെ എഴുതി സ്തോത്രം ഹല്ലേലൂയ അവിടെ കൊണ്ട് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. ആ ലെറ്ററിൽ എഴുതിയത് സ്തോത്രം, ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ആദ്യം അങ്ങ് എഴുതി. ഞാനൊരു ഹിന്ദു ആയിരുന്നു, ഹിന്ദുവിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ കാണുവാനും ഇങ്ങനെ ഒരു രക്ഷയിൽ വന്നൊരു കാര്യങ്ങളാണ് ആദ്യം ഞാൻ കുറെ ഭാഗം എഴുതിയത്. സ്തോത്രം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി. എനിക്ക് ഇപ്പോൾ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് എഴുതി സ്തോത്രം മാനേജറിലേക്ക് കൊണ്ട് കൊടുത്തു. സ്തോത്രം. എന്നാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലേ സ്തോത്രം, അനിലിന് സ്തോത്രം ഫാമിലി സ്റ്റാറ്റസ് ഒന്നും തരാൻ പറ്റത്തില്ല, ഈ അനിലിന് ജോലി ഇല്ല. സ്തോത്രം. അനിലിനെ ക്യാൻസൽ ചെയ്ത് വേണം പൊയ്ക്കോളാൻ പറഞ്ഞു. സ്തോത്രം. കഴിഞ്ഞ ദിവസം വരെ
അദ്ദേഹം പറഞ്ഞത് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എഴുതി കൊടുത്ത ലെറ്ററിന് ശേഷം ഇച്ചിരി പെശകുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഒരു അറബിയുടെ കയ്യിൽ ഈ പറയുന്ന മാനേജരും മുസ്ലിമാണ്. അവരുടെ അടുത്ത് ഈ കർത്താവാണ് ഏക രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര കൊണ്ട് അവർ ഉൾക്കൊള്ളുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഹല്ലേലൂയ, എൻ്റെ ജോലി അങ്ങ് നഷ്ടപ്പെട്ടു പെട്ടെന്ന്. എന്നോട് പറഞ്ഞു, ഇനിയും ഹല്ലേലൂയ സ്തോത്രം ക്യാൻസൽ ചെയ്ത് വയ്ക്കോ എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്തോത്രം ഹല്ലേലൂയ, ഇത് ഇനിയിപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങോട്ടുള്ള അവിടെ വിവാഹം ഇനി എങ്ങനെ ആയിത്തീരും എന്ന് എനിക്കറിയാൻ വയ്യാത്തൊരു കണ്ടീഷനിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഈ വിവാഹം ആലോചിച്ചു സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാര് എന്ന് പറഞ്ഞാൽ ദേവദാസന്മാര് ഹല്ലേലൂയ സ്തോത്രം ചർച്ചിലെ എന്നെ വിളിച്ച് പറയുവാനിടയായിത്തീർന്നു. അല്ലേ, ഈ നമുക്ക് ഈ സ്തോത്രം ഈ വിവാഹം വേണ്ട, അത് ഇത് ജോലിയുമായി ബന്ധപ്പെട്ട ഇത് അവരറിയുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജോലി പോകുന്നതിന് മുമ്പ് സ്തോത്രം ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്കിനി ഈ വിവാഹം വേണ്ട. സ്തോത്രം, അവര് തമ്മിൽ ഈ പെണ്ണിന്റെ ഈ സഹോദരിയുടെ കുവൈത്തിലുള്ളവരും അതിൽ ഇടപെട്ട ആദിവാസിന്മാരും തമ്മിൽ എന്തോ സംസാരത്തിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവര് പറഞ്ഞു, എന്നോട് ഇടപെട്ട ഔദ്യോഗികാസം പറഞ്ഞു, ഇനിയിപ്പൊ നമുക്ക് ഈ ബന്ധം വേണ്ട. സ്തോത്രം, അവിടുത്തെ ആന്റി പറയുവാനിടയായി തീർന്നു. അതിലെ നമ്മള് സഹോദരങ്ങൾ ആണുങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് നമ്മള് അനവധി പേരെ പോയി കാണുവാനിടയായി തീരും. അതിൽ ആദ്യം കാണുന്നതിനെ തന്നെ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല. അനിലിന് ഞാൻ നല്ലൊരു ബന്ധം ഞങ്ങള് റെഡിയാക്കി തരാം. നല്ല പോലെ സമ്പത്തൊക്കെ വാങ്ങിച്ച് ഒരു നല്ലൊരു ബന്ധം ഞങ്ങള് റെഡിയാക്കി തരാം. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുവാനിടയായി തീർന്നു. എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ എന്തോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാണിച്ചിട്ടുള്ളപ്പോൾ ഈ സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട്, വീട്ടുകാർ സഹകരിക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള സാമ്പത്തികമായ യാതൊന്നും കിട്ടത്തില്ല എന്നൊക്കെയുള്ള ധാരണയായിരിക്കും. അതുകൊണ്ട് അവരിടപെടുത്തി തരുന്ന ഒരു വിവാഹത്തിന് എനിക്ക് ഹല്ലേലൂയ ഗുണമുണ്ടായില്ലല്ലോ എന്ന് പറയരുതെന്ന് ചിന്തിച്ചായിരിക്കാം, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ എങ്കിലും എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എനിക്കൊരു ചിന്ത വന്നു. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം റെഡിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളൊക്കെ നടന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവസാനം എന്ത് കാരണം പറഞ്ഞാണ് ഇത് വേണ്ട എന്ന് വെക്കേണ്ടത്? സ്തോത്രം, കർത്താവേ സ്ത്രീധനം തരത്തില്ല, അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് ദൈവത്തോട് പറയുവാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞാന് എൻ്റെ അച്ഛൻ പോലും ഹല്ലേലൂയ വിവാഹം കഴിച്ചിരുന്നത് അച്ഛൻ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീധനം ഒന്നും വാങ്ങിക്കാതെ ഒരു ജാതീയനായ മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അത് വാങ്ങിക്കാതെ ഹല്ലേലൂയ സ്തോത്രം ഒരു പൈസയും വാങ്ങാതെ ഒരു സമ്പത്തും നോക്കാതെ സ്തോത്രം വിവാഹം കഴിച്ചുവെങ്കിൽ കർത്താവിനെ അറിഞ്ഞ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ള ദൈവത്തിന്റെ മകനെന്ന് പറയുന്ന ഞാൻ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു സഹോദരിയെ കാശ് തന്നില്ല എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും ചിന്തിക്കുവാൻ പോലും എന്നെ കൊണ്ടത് കഴിയുന്നില്ല. ഞാൻ ദൈവത്തോട് എന്ത് പറയും? കാശില്ല, അതുകൊണ്ട് എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം എന്തായിത്തീരും നമ്മുടെ അവസ്ഥ? ഇന്ന് ലോകം അങ്ങനെയാണ്. ലോകം കല്യാണവും വിവാഹ കാര്യങ്ങളൊക്കെ സമ്പത്തും ഹല്ലേലൂയ ഒക്കെ നോക്കിയാണ് നടക്കുന്നത്. എങ്കിലും എനിക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. സ്തോത്രം, ഞാൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താണ് അവര് കാരണം ഇങ്ങനെ പറഞ്ഞു എന്നെങ്കിലും എനിക്ക് ഡീപ്പായിട്ട് എന്താണ് അവരുടെ വിഷയം എന്ന് അറിയത്തില്ല. പക്ഷെ എന്നോട് പറഞ്ഞ ഇതാണ്, ഞാൻ നിനക്ക് നല്ല കാശിൽ നല്ല സമ്പത്തൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വിവാഹം നടത്തി തരാം. പക്ഷേ ഞാൻ ഇവിടെ തിരിച്ച് കുവൈറ്റിൽ വിളിക്കുവാനും ഇവരോട് ചോദിക്കുവാനും അവരോട് ചോദിക്കാൻ എന്താണ് വിഷയം, എന്താണ് വിവാഹം പലത് വേണ്ട എന്ന് വരുവാൻ കാരണമായത് എന്ന് ചോദിച്ചപ്പോൾ അസൗരി എൻ്റെ അടുക്ക പറഞ്ഞു, സ്തോത്രം, എൻ്റെ കയ്യിൽ തരുവാൻ സ്ത്രീധനം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലല്ലോ. സ്തോത്രം, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് ചോദിക്കുവാനിടയായിത്തീർന്നു. അവർ പറഞ്ഞു, ബാക്കി ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നേരിട്ട് ആലോചിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇനി അവർ പറഞ്ഞത് പറഞ്ഞു. സ്തോത്രം, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് നേരിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ആ വിവാഹം സ്തോത്രം ഞങ്ങൾ പ്ലാൻ ചെയ്യുവാനും ഈ പറഞ്ഞ സമയത്ത് തന്നെ അത് നടത്തുവാനും ഒക്കെ ഇടവന്നു. സ്തോത്രം. എന്നാലും ഈ കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തും ഇത് സംസാരിക്കുമ്പോൾ സ്തോത്രം ദുബൈക്ക് ഇങ്ങോട്ട് വരാം എന്നുള്ള കണ്ടീഷനിലാണ്.
എന്നാൽ അത് ഈ സംസാരം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് എൻ്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇവിടെ വിളിച്ചു ചോദിച്ചു, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, നീ എന്ത് ചെയ്യും? നമുക്കറിയത്തില്ലല്ലോ. ഞാൻ ഇക്കാര്യം സമ്മതിച്ചുവെങ്കിലും ഇനിയിപ്പോൾ ഇവരുടെ മനോഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ധൈര്യപ്പെട്ടോ, നമുക്ക് വിസിറ്റ് വിസ എടുത്ത് കുവൈറ്റിന് പോര്, ഇവിടെ വെച്ച് നമുക്കിവിടെ നോക്കാം ബാക്കി കാര്യം എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം 2001 ഹല്ലേലൂയ സ്തോത്രം മെയ് 3-ാം തീയതി കുവൈറ്റിൽ വെച്ച് എൻ്റെ വിവാഹം നടക്കുവാനിടയായിത്തീർന്നു. ഞാൻ അവിടുന്ന് ഒരു വിസിറ്റ് വിസ ഒക്കെ എടുത്ത് ഹല്ലേലൂയ പെട്ടിയും ഹല്ലേലൂയ സ്തോത്രം കിടക്കയും ഒക്കെ എടുത്ത് സ്തോത്രം ഒരു 3 ദിവസം മുമ്പ്, കല്യാണത്തിന് 3 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ഇവിടെ കുവൈറ്റിലെത്തുവാനും ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഒരു റൂമൊക്കെ ക്രമീകരിച്ചിരുന്നു. റൂമിൽ താമസിക്കുവാനും അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്ന് തന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു സഹോദരനുണ്ടായിരുന്നു, തോമസ് ബ്രദർ. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരനും ഒരു ദിവസം കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് ഇവിടെ എത്തുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇവിടെ വെച്ച് ഹല്ലേലൂയ കുവൈറ്റിൽ വെച്ച് കുവൈറ്റ് സ്തോത്രം NECK ചർച്ചിൽ വെച്ച് വളരെ മനോഹരമായ രീതിയിൽ ഹല്ലേലൂയ വിപുലമായ രീതിയിൽ ഈ സഹോദരി ഇവിടുത്തെ ചർച്ചുകാർക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളുടെ കൂടെയൊക്കെ കടന്നുപോയപ്പോൾ കുവൈറ്റിലെ ചർച്ചുകാരൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. സ്തോത്രം. അപ്പോൾ ആ സഹോദരി സ്തോത്രം ഞങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് എല്ലാ സഭയിലെയും ദൈവദാസന്മാർ, അനേകം സഭയിലെ ദൈവദാസന്മാരൊക്കെ ചേർന്ന് 10 വളരെ ഹല്ലേലൂയ 400 പേരോളം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി ഹല്ലേലൂയ സ്തോത്രം, വളരെ ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇടയായിത്തീർന്നു. സ്തോത്രം നടക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ വിവാഹം എങ്ങനെ നടക്കും ഹല്ലേലൂയ എന്നൊന്നും ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ച് തകരുവാൻ ദൈവം അനുവദിച്ചില്ല. ഈ ലോകത്തിൽ ഈ പോലുള്ള ജീവിതത്തിൽ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചു, ഞങ്ങൾ ഹല്ലേലൂയ ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലുള്ള വിശ്വാസത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ. ആരെങ്കിലും ദൈവത്തെ നോക്കി ഇറങ്ങിയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ അവന്റെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ, അവൻ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. സ്തോത്രം. തക്കതായ തുണയെ തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ആ പ്രമാണത്തിലും ആ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം, അത് വേണ്ട, ഞാൻ വേറെ വിവാഹം ഞങ്ങൾ നടത്തി തരാം, നല്ല സാമ്പത്തികമൊക്കെ വാങ്ങിച്ച് നടത്തി തരാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞാൻ മാറിയിരുന്നുവെങ്കിൽ, ദൈവം അവിടെയും നമ്മളെ അളക്കുന്ന ഒരു നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് ഇവന്റെ വിശ്വാസം? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചെറുതും അല്ല വളരെ പ്രധാനപ്പെട്ടതുമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴും നമ്മൾ പിടിച്ച വിശ്വാസത്തെ മുറുകെ പിടിച്ചാണോ നാം തീരുമാനമെടുക്കുന്നത് എന്ന് നാം ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഇന്ന് എനിക്കറിയാം, ആ തീരുമാനം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. കാരണം ഹല്ലേലൂയ സ്തോത്രം, ദൈവം ഹല്ലേലൂയ സ്തോത്രം തിരഞ്ഞെടുത്ത് തന്നത്, ദൈവത്തിന് തന്നത് ദൈവത്തോട് നമുക്ക്, എനിക്ക് വ്യക്തമായി പറയാം, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോടാണ് എനിക്ക് ഇടപെടുവാനുള്ളത്. സ്തോത്രം. ദൈവവുമായിട്ടാണ് ഞാൻ എൻ്റെ ഇടപാട് കിടക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ സഹോദരിൽ നിന്നുണ്ടാകുവാനോ സ്തോത്രം വളരെ ഹല്ലേലൂയ അനുഗ്രഹപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഇതുവരെ ദൈവം കിടപം നൽകി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തയോടെ നിൽക്കുന്ന സ്തോത്രം ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരിക്കുന്ന ഒരു ഹല്ലേലൂയ തക്കതായ തുണയെ നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ത്തിന് പ്രസാദമായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ഈ ദേശത്ത് ഞങ്ങൾ ഹല്ലേലൂയ ആയിരിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് സ്തോത്രം 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. സ്തോത്രം. ഹല്ലേലൂയ. മൂത്ത ആള് എലൈജ, രണ്ടാമത്തെ പെൺ പൈതലാണ് ജമീമ, മൂന്നാമത്തേത് തിമോത്തി. അങ്ങനെ 3 പൈതങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. സ്തോത്രം. അവരൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് സ്തോത്രം ഇനിയിപ്പോൾ സ്തോത്രം നാട്ടിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് ഇവിടെ
വന്ന ഒരു ചെറിയ ജോലിയൊക്കെ സ്തോത്രം ലഭിക്കുവാനിടയായി തീർന്നു. അന്നും ഞാൻ വിസിറ്റ് വിസയാണ്. അപ്പോൾ വിസ മാറേണ്ട ആവശ്യത്തിന് വേണ്ടി ഈ ഇവിടുന്ന് കുവൈറ്റിൽ നിന്ന് മാറി ഹല്ലേലൂയ ഔട്ടായിട്ട് അടിക്കാൻ പറ്റുകയുള്ളൂ. അന്ന് സ്തോത്രം അങ്ങനെ ഞാൻ നാട്ടിലേക്ക് സ്തോത്രം കടന്നു പോകാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുവൈറ്റ് ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ കടന്നു പോയിട്ടില്ല. സ്തോത്രം 10 വർഷത്തോളമായി. ഹാലലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ലോകപരമായി മദ്യത്തിനും ഹാലലൂയ സ്തോത്രം മ്ലേച്ഛമായ രീതിയിൽ നടന്നിട്ട് സ്തോത്രം എന്നെ കിട്ടുന്ന സമ്പത്ത് മുഴുവൻ ഞാൻ നശിപ്പിച്ച് കളഞ്ഞ ഞാൻ ഹാലലൂയ സ്തോത്രം എൻ്റെ സ്വബോധമൊക്കെ വന്ന് വിശ്വാസത്തിൽ വന്ന് സ്വബോധമൊക്കെ വന്ന് ഈ ദേശത്ത് വെച്ച് തന്നെ തക്കതായ തുണയെ നൽകി വിവാഹമൊക്കെ കഴിപ്പിച്ചിട്ടതിന് ശേഷമാണ് ദൈവം എന്നെ നാട്ടിലേക്ക് വിടുന്നത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യം നാട്ടിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. എൻ്റെ ഭവനത്തിൽ എല്ലാവരും എന്നെ സ്വീകരിക്കുവാനും ഹാലലൂയ എൻ്റെ ഹാലലൂയ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട ഒരു മകനെ തിരിച്ചു കിട്ടിയ ഒരു അനുഭവം ഹാലലൂയ സ്തോത്രം അങ്ങനെ സ്തോത്രം ഞാൻ നാട്ടില് കടന്നു ചെല്ലുവാനും ഇടയായി തീർന്നു. ഹാലലൂയ സ്തോത്രം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ നാളുകൾക്ക് ശേഷം 10 വർഷം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ദേശമൊക്കെ കാണുമ്പോൾ വളരെ ഹാലലൂയ ഒത്തിരി നാളുകൾക്ക് ശേഷം കൊണ്ടുവന്ന ഒരു അനുഭവം. അങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്ന് കയറി കഴിഞ്ഞു സ്തോത്രം. ഞാൻ അകത്ത് റൂമിലോട്ടൊക്കെ പോയപ്പോൾ സ്തോത്രം വീട്ടിലെല്ലാവരും ഉണ്ട്. ഉടനെ എൻ്റെ അനുജൻ വിളിച്ചു പറഞ്ഞു, ആണ്ടെ നിങ്ങളുടെ ആൾക്കാർ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അകത്തുനിന്ന് ഞങ്ങളുടെ സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 2 സഹോദരിമാർ വന്നിങ്ങനെ ഇരിക്കുന്നു. അച്ഛനുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കയ്യിലൊരു ബൈബിളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ മനസ്സിലായി, നല്ലൊരു സമയമാണല്ലോ. ഞാൻ വന്നപ്പോൾ തന്നെ ഹാലലൂയ ദൈവദിനമായിട്ട് ആൾക്കാരെ വിട്ടല്ലോ എന്ന് ഞാൻ കരുതി എന്ന് ഞാൻ ചിന്തിച്ച് വളരെ സന്തോഷിച്ചു. അപ്പോൾ അവരെ വീട്ടിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന മനോഭാവമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നുവല്ലോ. ഹാലലൂയ അങ്ങനെ ഞാൻ വീട്ടിലെ അമ്മയോട് പറഞ്ഞു പെട്ടെന്ന് ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുവാൻ പറഞ്ഞു. അങ്ങനെ 2 സഹോദരിമാരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ കർത്താവിനെ കുറിച്ചൊക്കെ പറയുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ഇത് സംസാരിച്ചവിടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു സംശയം പോലെ തോന്നി. ഇവര് പെന്തിക്കോസ്തുകാരാണോ എന്നൊരു സംശയം. അല്ല, ഇതെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് യഹോവ സാക്ഷിക്കാരാണ്. ഹാലലൂയ വളരെ ഹാലലൂയ സ്തോത്രം. നല്ല 2 സഹോദരിമാര് ഹാലലൂയ സ്തോത്രം പ്രായമുള്ള സഹോദരിമാര്. അപ്പോൾ എനിക്കത് അത്ര അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. ഇത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ യഹോവ സാക്ഷിയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതെ അതെ ഞങ്ങൾ യഹോവയുടെ സാക്ഷിക്കാരാണ് സ്തോത്രം. അപ്പോൾ എനിക്ക് ആ സമയത്ത് പുതിയ വിശ്വാസിയാണല്ലോ, എനിക്ക് കൂടുതലായി ഇങ്ങനെയുള്ള ഉപദേശത്തെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിൽ ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്തോത്രം ഞാൻ ചോദിച്ചു, ഹാലലൂയ സ്തോത്രം, യേശു കർത്താവ് ദൈവമാണോ? അങ്ങനാണോ നിങ്ങൾ? അപ്പോൾ അവര് പറഞ്ഞു, യേശു കർത്താവ് ദൈവപുത്രനാണ് സ്തോത്രം. അവര് പറയുന്നു യേശു ഒരു സൃഷ്ടിയാണ്, അവൻ സർവശക്തനായ ദൈവമല്ല സ്തോത്രം. അത് കർത്താവ് എന്നാണ് അവർക്ക്. കർത്താവിന് ആ ദൈവത്വം അവര് അംഗീകരിക്കുന്നില്ല. ഞാൻ പിന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അവരോട്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ രക്തം സ്വീകരിക്കില്ല, ഞങ്ങൾ രക്തമൊന്നും സ്വീകരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ദുരുപദേശമാണ് എന്ന് നമുക്കറിയാം. അപ്പം കർത്താവ് ദൈവമല്ല എന്ന് പറഞ്ഞാൽ ഞാനപ്പോ അവരോട് പറഞ്ഞു, കർത്താവ് ദൈവമല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് ദൈവമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. 10 വർഷമായി ഞാൻ ഈ ഭവനത്തിൽ നിന്ന് പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ട് നശിച്ചു പോയവനായിരുന്നു. ഇന്ന് ഞാൻ ജയത്തോട് ഇവിടെ വന്ന് നിൽക്കുന്നത് കർത്താവ് ദൈവമായതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പിന്നെയും അവരോട് ചോദിച്ചു, കർത്താവ് ദൈവമാണോ? അല്ല, അവര് പറയുന്നു അല്ല, ദൈവപുത്രനാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കർത്താവ് ദൈവമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളുവാൻ പറ്റും? കർത്താവ് ദൈവമല്ല എങ്കിൽ സ്തോത്രം പിന്നെ ഞാൻ പിന്നെ എങ്ങനെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 2 യോഹന്നാൻ 1:9 അധ്യായം എടുക്കാൻ 1:9 വാക്യം വായിക്കാൻ പറഞ്ഞു. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയുമരുത്. അവന് കുശലം പറയുന്നവൻ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയുമല്ലോ. ഇത് അവരോട് വായിക്കാൻ പറഞ്ഞു. ഈ ഭാഗം അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഞാനിത് വായിക്കാൻ അവരോട് പറഞ്ഞു. അവരിതെടുത്ത് വായിച്ചു. അപ്പോൾ ഇന്നത് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പോലും പറയരുത്. ഈ ഉപദേശത്തിൽ പിതാവ്
പുത്രൻ ഈ ഉപദേശമൊന്നും ഇല്ലാതെ രണ്ടും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടും കർത്താവ് സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടും അല്ലെ കർത്താവിന് പൂർണ്ണ ദൈവത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവനെ കൈക്കൊള്ളരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ചോദിച്ചു, കർത്താവ് ദൈവമാണോ? ദൈവമാണെങ്കിൽ നിങ്ങൾ വിട്ടിരിക്കുക. അതല്ല. അപ്പൊ അവർ പറഞ്ഞു, ബ്രദറെ അത് വാക്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏതാണെന്നൊക്കെ അവരിങ്ങനെ പല ന്യായങ്ങൾ പറയുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് ദൈവമാണോ? ദൈവമാണെന്ന് പറയുന്ന സാക്ഷിയാണ് ഞാൻ. എനിക്കിനിയും വേറെ ഹല്ലേലൂയ സ്തോത്രം ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. കർത്താവ് ദൈവമാണെങ്കിൽ നിങ്ങൾ വിട്ടിരിക്കുക, നമുക്ക് ചായ കുടിച്ച് പ്രാർത്ഥിച്ചു പിരിയാം. അതല്ല എങ്കിൽ ഈ സമയം ഇവിടുന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു. സ്തോത്രം. അവര് ഹല്ലേലൂയ സ്തോത്രം. അവര് കർത്താവ് ദൈവമാണെന്ന് അവര് സമ്മതിക്കുവോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവര് എഴുന്നേൽക്കുവാനും ഹല്ലേലൂയ സ്തോത്രം അവരെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാൻ ഇവിടെയായി തീർന്നു. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ എന്റെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും സ്വീകരിക്കുന്ന, അവർക്ക് ഈ ഉപദേശമോ കാര്യങ്ങളോ ഒന്നും അറിയില്ലല്ലോ. അവര് ആയത്തവരായി തന്നെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ എങ്കിലും ഹല്ലേലൂയ ഞാൻ അവിടെ ഹല്ലേലൂയ സംസാരിച്ചതിനപ്പുറത്ത് ഹല്ലേലൂയ അവരൊന്നും ചിന്തിക്കുവാനിടയായി തീർന്നില്ല. സ്തോത്രം. അങ്ങനെ ആ സഹോദരങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുവാനിടയായി തീർന്നു. കർത്താവ് ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഒരാളെ ഞാൻ സ്വീകരിച്ച് ഹല്ലേലൂയ അവിടെ വെക്കേണ്ട കാര്യമില്ല. സ്തോത്രം. കാരണം ഞാൻ ആദ്യമായിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് ദൈവമല്ല എന്ന് സ്ഥാപിക്കുവാൻ പിശാച് ശ്രമിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അതിനെ അംഗീകരിച്ചു കൊടുക്കുവാൻ ഞാൻ ഹല്ലേലൂയ എന്നിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ സമ്മതിക്കുകയില്ല. എന്നെ അതിനല്ല വിളിച്ചിരിക്കുന്നത്. എന്നെ എന്റെ ദൈവത്തെ ഏതു സമയത്തും ഉയർത്തുവാൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മഹത്വം അർപ്പിക്കുവാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പൂർണ്ണമായൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. ദൈവം വീണ്ടും പരീക്ഷയിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മഹത്വം അർപ്പിക്കേണ്ട സമയത്ത് മഹത്വം അർപ്പിച്ചേ മതിയാകൂ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ നാം ദൈവത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയെങ്കിൽ ഹല്ലേലൂയ അവന് മഹത്വം കൊടുക്കേണ്ടിടത്ത് മഹത്വം കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ അവന് നമ്മളെ കൈവിടാത്ത ദൈവമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. കേവലം കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും പലരും വിശ്വാസികളാണോ എന്ന് പോലും അറിയാതെ ജീവിക്കുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് അറിയത്തില്ല ഇവൻ വിശ്വാസിയാണോ എന്ന്. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പല ആനുകൂല്യങ്ങളും പല കാര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം മറച്ചു വെക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യത്തിൽ കൂടെ എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സമയത്തൊക്കെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ ഉയർത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഹല്ലേലൂയ ഇന്നും ഞങ്ങളെ നിർത്തുന്നു. നിരവധി പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ ഇന്നുമുണ്ട്. ഹല്ലേലൂയ ഒത്തിരി വെല്ലുവിളികളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഹല്ലേലൂയ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കുന്നു. വചനം പറയുന്നത് പോലെ ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ ലോകത്തിൽ കഷ്ടമുണ്ടോ എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിരവധി ഹല്ലേലൂയ ജീവിതാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ ദൈവം മാനിക്കുവാനും വലിയ ഹല്ലേലൂയ സ്തോത്രം വലിയ വൻ കാര്യങ്ങളെ ചെയ്തില്ല എങ്കിലും അനേകർ തലമുറയില്ലാത്തവർക്ക് വേണ്ടി അനേകർ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ തലമുറ ഉണ്ടാകുന്നതാകും. ഭൂതങ്ങൾ ഇളകി മാറുന്നതും ഹല്ലേലൂയ സ്തോത്രം പാപികൾ മാനസാന്തരപ്പെടുന്നതും ജനമാത്മാവിൽ അഭിഷേകം പ്രാപിക്കുന്നതും ഒക്കെ എൻ്റെ ശുശ്രൂഷയിൽ കാണുവാനിടയായിട്ടുണ്ട്. തുടർന്നുള്ള കാലം വിശ്വസ്തയോടെ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ചോദിക്കുന്നു. വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഭാര്യയോടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 24 വർഷമായി. ഇതുവരെ ഹല്ലേലൂയ അവര് ആ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് ഇതുവരെ ഹല്ലേലൂയ സ്തോത്രം അംഗീകരിക്കുവാനൊന്നും ഇടയായി തീർന്നിട്ടില്ല. സ്തോത്രങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും അവര് കണ്ടിട്ടില്ല. അവരെയൊക്കെ വിശ്വാസത്തിൽ വരണം. ഞങ്ങളുടെ ഭവനത്തിൽ എൻ്റെ ഭവനത്തിലും ഹല്ലേലൂയ സ്തോത്രം ആരും വിശ്വാസത്തിലില്ല. അവരൊക്കെ വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി തീരണം. ആ ഒരു പ്രാർത്ഥന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. തുടർന്നും ജയത്തോടെ അന്ത്യത്തോളം വിശ്വസ്തയോടെ ഈ ജീവനുള്ള ദൈവത്തെ മുറുകെ പറ്റി മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും എനിക്കും ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.
പാസ്റ്റർ ഒരു Praise the വാക്ക് Lord. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ദൈവമേ, അവസാനത്തുള്ള രക്തം വരുത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങ് നന്ദി കരേറ്റുന്നു. കർത്താവേ, അങ്ങ് സർവശക്തനായിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങ് ജീവനുള്ള ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. 10,000-ങ്ങളിൽ സുന്ദരൻ, രാജാധിരാജാവ്, കർത്താധി കർത്താവ്, അൽഫയും ഒമേഗയുമായവൻ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് ഇന്ന് പകൽക്കാലം സകല മഹത്വവും അർപ്പിക്കുകയാണ്. സകല മഹത്വവും മാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങ് മാത്രം ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങ് ജീവനുള്ള ദൈവമായിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങ് യേശു കർത്താവാം ദൈവമായിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തുകയാണ്, സമർപ്പിക്കുകയാണ്. നിരവധി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ കൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ മുഖത്ത് നോക്കിയിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ സ്തോത്രം, ദൈവത്തിന്റെ ഹല്ലേലൂയ വലിയ ഒരു സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടണം. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന്. കർത്താവേ സ്തോത്രം, അടിയനെ നടത്തിയവനായ ദൈവം വളരെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, എന്ത് ചെയ്യണമെന്നറിയാതായിരുന്ന സമയത്ത് ഹല്ലേലൂയ വലങ്കരം പിടിച്ച് ജയത്തോടെ നടത്തിയ ഒരു ദൈവം ഇന്ന് ഈ പകൽക്കാലം ഈ സാക്ഷ്യം കേട്ട കർത്താവെ, ജനത്തിന്റെ മേലും ദൈവത്തിന്റെ വലിയ മിറക്കിളുകൾ നടക്കുന്നതിനാൽ സ്തോത്രം. ഒരിക്കലും തള്ളിക്കളയാതെ അവരുടെ ഏത് വിഷയത്തിനും പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് എന്ന് അറിഞ്ഞ് ഹല്ലേലൂയ അവർ ബലം പ്രാപിക്കുന്ന ഒരു പകൽക്കാലമായി തീരുവാൻ, ചില മിറക്കിളുകൾ സംഭവിക്കുന്നതിനുമായി തീരുവാൻ ഇടവരുന്നതിനാൽ സ്തോത്രം. ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ പറയുവാൻ, ദൈവത്തെ ഉയർത്തേണ്ടുന്ന സമയത്ത് ദൈവത്തെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തെ മുറുകെ പിടിച്ച ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ, കർത്താവെ, കേവലം ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് തരുവാൻ കഴിയാത്തത്, ഈ ലോകത്തിന്റെ കയ്യിലില്ലാത്തത് അതിൽ പ്രാപിക്കുവാനാണല്ലോ സ്വർഗം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ട് ഹല്ലേലൂയ അതിനെ ഓർത്ത് കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാനല്ല, നിത്യമായതിന് അതിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ, അനേകരെ ആ നിത്യരാജ്യത്തിലേക്ക് കടത്തുവാൻ ഒക്കെ തന്റെ ജനത്തെ ഉപയോഗിക്കണമേ. ജനത്തെ അനുഗ്രഹിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വഴികളും തുറന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് വലിയൊരു സാന്നിധ്യം അവരുടെ മേൽ പകരണമേ. ദൈവം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. കർത്താവേ സ്തോത്രം. ഈ മിനിസ്ട്രിയും അനുഗ്രഹിക്കണമേ. അനേകർ കടന്നു വന്ന് കർത്താവേ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുവാൻ കൃപ കൊടുക്കണമേ. കർത്താവ് വലിയൊരു സമൃദ്ധി കൊടുക്കണമേ. അനേകർ ക്രിസ്തുവിനെ കാണുവാൻ മുഖാന്തരമായി തീരുന്ന ഒരു ഹല്ലേലൂയ മുഖാന്തരമായി ഇതിനെ മാറ്റണമേ. വിവരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇതിനെ ഓരോരുത്തരെയും വഴി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യാചന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. ആമേൻ.